ഫുൾ ഓണിലും ഉണ്ടാവും. പ്രൈസ് നോക്കുമ്പോൾ 3-1 പ്രൈസ് ഇല്ല. ഞാനൊരു ചെയ്യാൻ പറ്റും ഫുൾ ഓൺ. ഈ ഏരിയയിൽ അത്യാവശ്യം നമുക്ക് 7 സീറ്റേഴ്സ് ഉണ്ട്, താറ് വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം മഹീന്ദ്രന്റെ ഷോറൂം പോലെയുള്ള മാനിക്ക. അത്യാവശ്യം മഹീന്ദ്രന്റെ ഫുൾ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. മാനിക്ക നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള കിടില ഐറ്റാണല്ലോ. ഇതെങ്ങനെയാ നമുക്ക് പ്രൈസ് വരുന്നത്? നിങ്ങളിത് കണ്ടപ്പോ നിങ്ങൾക്ക് ഒരു ആശ്ചര്യം തോന്നിയില്ല? അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു ഫോട്ടോ ഫോക്കസ് ഏരിയ ആണ്. ഇത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ആളുകൾക്ക് ഫോട്ടോസ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത് വിൽപ്പനക്കുള്ളതല്ല. അപ്പൊ മൊത്തത്തിൽ നമ്മള് പക്ക സെറ്റപ്പിലാണ് നമ്മൾ പുതിയ ഷോറൂം ചെയ്തിട്ടുള്ളത്. അതേപോലെ കുട്ടികൾക്ക് വേണ്ടി നമുക്കൊരു പ്ലേ ഏരിയ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അത്യാവശ്യം നല്ല കളക്ഷൻസും മാക്സിമം ഓഫർ റേറ്റിലാണ് നമുക്ക് ഇതാണ് പ്രൈസ്. അതേപോലെ 3 ലക്ഷം രൂപ മുതൽ ഏകദേശം 1 CR വരെയുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ മാനുക എന്തൊക്കെയാണ് നമുക്കൊരു നിലവില് നമുക്ക് കുറെ പേർക്ക് നമ്മൾ മാനുക്കാനെ അറിയാം, നമ്മൾ മാനസ്കാർവേൾഡ് അറിയാം. ഇത്തവണ നമുക്ക് ഓണൊക്കെയാണല്ലോ, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അത്യാവശ്യം നല്ല പൊട്ടിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ സെഗ്മെന്റ് ഒന്നുകൂടെ നമുക്ക് കുറച്ച് ഗജരാജന്മാരാണെന്ന് തന്നെ പറയാലോ, ഫോർച്യൂണറുകളും അത് കുറച്ച് 7 സീറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് രണ്ട് ഭാഗത്തും. മാനുക എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് നമുക്ക് മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പ്ര, അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് 12 കിലോമീറ്റർ, മലപ്പുറം മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്താൻ പറ്റും. പിന്നെ മാനുക നമ്മളൊരു വാറണ്ടി ആരെങ്കിലും അറിയാത്തവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ആ വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ. നമ്മൾ വാറണ്ടി പറഞ്ഞാല് ഒന്നും നമ്മൾ റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ വിൽക്കുന്നില്ല, ആക്സിഡന്റ്, ഫ്ലഡ് എഫക്റ്റഡ്, ടോട്ടൽ ലോസ് വാഹനങ്ങൾ വാങ്ങിയ വിൽക്കില്ല. അത് നമ്മൾ എഗ്രിമെന്റ് വാറണ്ടി കൊടുക്കും, ലൈഫ് ടൈം വാറണ്ടിയാണ്. അത് മാത്രം കേട്ടോ, ആക്സിഡന്റ്, ഫ്ലഡ് എന്നുള്ളത്. അതായത് കാറുകൾക്ക് ലൈഫ് ടൈം വാറണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയും, ഒരിക്കലും പുതിയ കമ്പനികൾക്ക് വരെ കൊടുക്കാൻ കഴിയില്ല. അതാണ്. അപ്പൊ നമുക്ക് ഇത്രയും കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു പാർട്ട് നമ്മൾ മൊത്തത്തിൽ കഴിഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ വില മാത്രം പറയാം. ഈവിന്റെ പ്രൈസുകൾ കേട്ടോളി. 10-18 ലക്ഷം രൂപ വന്നിരുന്ന വാഹനമാണ്. മാനക്ക് എത്ര രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്നത്? നമുക്ക് 8.5 ലക്ഷം രൂപ ഫുൾ ഓൺ ഉണ്ടാവും. അതേപോലെ നമുക്ക് എല്ലാ തവണ ഒരു ഹാച്ച് ബാഗിന്റെ പ്രൈസിനൊക്കെയാണ് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ, കിയുടെ സെൽറ്റോസ്, അതേപോലെ തന്നെ ഹൈറൈഡർ ഒക്കെ നമുക്ക് വളരെ ലോ കിലോമീറ്റർ വാഹനങ്ങൾ ഒത്തിരി നല്ല കളക്ഷൻസ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പരിചയപ്പെട്ടാണ്. അതിൽ ഫോർച്യൂണർ ഇതാണ് ഒരു അടിപൊളി ഐറ്റം ആണ്. ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മാനക്ക് അതിന്റെ മോഡൽ കാര്യം? 2016 ആണ്. ഇത് 4 വീൽ ഓട്ടോമാറ്റിക്, 4x4 ഓട്ടോമാറ്റിക് ആണ്. 1.35 ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി സർവീസ്, പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വാഹനം. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് അതർ സ്റ്റേറ്റ് വെഹിക്കിളിന്റെ പരിപാടി ഇല്ല. ഒൺലി ഒറിജിനൽ കേരള വാഹനങ്ങൾ മാത്രമാണ്. ഇന്ത്യയിലൊക്കെ നോക്കി അത്രയും പക്ക ക്വാളിറ്റി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങൾ മാത്രമാണ് ഈ ഒരു ഷോറൂമിലേക്ക് കയറുന്നത്. അപ്പം 4 ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന 4x4 ഓട്ടോമാറ്റിക്കില് കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം. 4 ടയർ നോക്കി നിങ്ങൾ ഒന്നും നോക്കണ്ട. മാനുക്ക് അത് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 29,80,000 രൂപയ്ക്ക് ചെയ്യാം. മാക്സിമം ലോണൊക്കെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു US ബ്രാൻഡ് വരുന്നൊരു ജീപ്പ് കോമ്പസ് ആണ്. അതും ഡോൾട്ടൂൺ ആണ്. വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. ഏതായിരുന്നു മാനുക ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് ലിമിറ്റഡ് പ്ലസ് ആണ്, 2019 മോഡല്. 2019 ആണ്, ലിമിറ്റഡ് പ്ലസ് ആണ്. അത് നമുക്ക് അത്യാവശ്യം നമുക്ക് കോസ്റ്റ് അലോയ് ഒക്കെ ആഡ് ഓൺ ചെയ്താണോ? അല്ല, കമ്പനി അലോയ് അപ്പൊ ഇന്ത്യയിലൊക്കെ നോക്കി സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമുക്ക് അത്രയും ബോഡി ക്വാളിറ്റി, ഒരു ഓഫ് റോഡ് കാപ്പബിലിറ്റി ഉള്ള ഒരു പക്ക SUV തന്നെ പറയാം. അത് ലിമിറ്റഡ് പ്ലസിന് നല്ല ഫാൻസി നമ്പർ എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. മാർക്കത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഒരു വാഹനം? 12,90,000 രൂപയ്ക്ക്. 12,90,000 ചെറിയൊരു പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. അതും 12,45 മാക്സിമം ഒരു 1 lakh വണ്ടി ഇറക്കും ചെയ്യാം. ഞാനൊരു സിൽവർ ഫിനിഷിംഗ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പല കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരേ വാഹനത്തിന് നമുക്ക് പല കളറിലും പല ഐറ്റംസുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് വന്നു കഴിഞ്ഞാല് ഒരു വാഹനത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ പല റേഞ്ചിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താ പറയുക? ഇത് 2021 ആണ്. ഇത് മോഡൽ ടോപ്പ് എൻഡ് മോഡലാണ്. ഏറ്റവും ടോപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് 80,000 കിലോമീറ്റർ. അപ്പൊ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് പക്ക കപ്പാസിറ്റി കാര്യങ്ങളും പെർഫോമൻസും നല്ല ബോഡി വെയിറ്റ് സേഫ്റ്റി ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് നമുക്ക് അത്രയും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. മാനക്ക് ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഒരു 15,70,000 രൂപ. 15,70,000 നമുക്ക് ചെയ്യാം. 2021 മോഡൽസ് ആണ്, ടോപ്പ് എൻഡ് മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡ് അതാണ് നമുക്ക് അത്രയും ഇത്. അപ്പൊ അതിന്റെ നമുക്ക് ഇന്റീരിയർ എക്സ്റ്റീരിയറിലൊക്കെ അത്രയും മാറ്റങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതും 360 ക്യാമറ എല്ലാം വന്നിട്ടുണ്ട്. എഗൈൻ നമുക്ക് വീണ്ടും സിൽവർ ഫിനിഷിംഗിൽ തന്നെ വീണ്ടും ഒരു ജീപ്പ് കോമ്പസ് തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡലാണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. ഇതിന്റെ പ്രൈസ് നമുക്ക് 10,70,000 രൂപ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് തന്നെയാണ്. അപ്പൊ ഈ റേഞ്ചിൽ ഇത്രയും മോഡലൊരു വണ്ടി നമുക്ക് ഏറ്റവും നല്ല കുറവിലാണ്. അതേപോലെ തന്നെ നമുക്കിത് ഓട്ടോമാറ്റിക് കൂടിയാണ്. ഈ ഒരു 10 ലക്ഷം റേഞ്ചിൽ നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്.
അപ്പൊ ട്രാക്ക് കാറുകളൊക്കെ ഉണ്ടെങ്കിൽ മാനക നമുക്ക് ഫുൾ ഓൺ തന്നെ വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ ചെയ്യാം അല്ലെ. അത് രണ്ട് കിഡ്ലൻ സെഗ്മെന്റുകളാണ്. നമുക്ക് അത്രയും വാല്യൂ ഫോർ മണി എന്ന് പറയാം. അതേപോലെ തന്നെ നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു SUV-കളാണ് എംജിയിലെ 2 ജനറേഷൻ നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. ഫസ്റ്റ് ഇതിന് ഏറ്റവും ന്യൂ ജെല്ലിൽ വരുന്ന വിത്ത് പനോണിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു MG Hector ആണ്. അതും ഷാർപ്പ് ഏറ്റവും ടോപ്പ് എൻഡ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2023 ഇത് 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്, അതും സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. എക്സ്റ്റീരിയർ ഇത് നമുക്ക് 13,25,000 രൂപ കൊടുക്കാം. 13,25,000 ഇത്രയും വലിയൊരു പ്രൈസ്. ഇതിന്റെ പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഇതിന്റെ പ്രൈസ് നോക്കുമ്പോ 3-1 പ്രൈസിന് അല്ലെ. ഏകദേശം നിലവിൽ 10-35 ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ്. അപ്പൊ അതാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. അതും ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്, അത് മാനുവൽ ആണ്. മാനുവൽ ആണ്. സോ നല്ല മൈലേജും നല്ല ഫീച്ചേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് ഒരു പുത്തൻ വാഹനത്തിന്റെ അതേ ഫീല്, അതേപോലെ തന്നെ നമുക്ക് പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. ഇതിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നോക്കി, ഇത്രയും വലിയൊരു സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇതൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ശരിക്കും MG ആണ് അല്ലെ. അപ്പോൾ ഇത്രയും പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. ഫുൾ ഓണിൽ കൊണ്ടാവും. പ്രൈസ് നോക്കുമ്പോൾ 3-1 പ്രൈസ് ഇല്ല. ഞാനൊരു റെഡ് ഫിനിഷിംഗ് വണ്ടി വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മാനക്ക മോഡല് കാര്യങ്ങളൊക്കെ? 2020 ഡീസലാണ്. ഷാർപ്പാണ്. ഏറ്റവും ടോപ്പ് എൻഡ് 60,000 കിലോമീറ്റർ ഓടി. ഇത് നമുക്ക് ലോ കിലോമീറ്റർ ആണ്. ഡിപ്പെൻസ് നമുക്ക് മോഡൽ നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, അതേപോലെ വലിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്, പനോരമിക് സൺറൂഫ് കാര്യങ്ങൾ. അതും ഡീസലില് ഏറ്റവും ടോപ്പ് എൻഡ് നമുക്ക് ഷാർപ്പാണ് ഈ ഒരു വാഹനം വരുന്നത്. മാനക്കത്ത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? നമുക്കൊരു 11,90 കൊടുക്കാം. 11,90, 11,45 കൊടുക്കാം. 11,45 നമുക്ക്. പക്ഷേ അത് മാക്സിമം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ട്രാക്ക് ഒക്കെ ആണെങ്കിൽ ഫുൾ ആണ് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഈ ഏരിയയിൽ അത്യാവശ്യം നമുക്ക് 7 സീറ്റേഴ്സ് ഉണ്ട്, താറ് വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം മഹീന്ദ്രന്റെ ഷോറൂം പോലെയാണല്ലോ മാനിക്ക. അത്യാവശ്യം മഹീന്ദ്രന്റെ ഫുൾ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇതിലെ ഒരു ടാറ്റ മാത്രം ഒരു ഓടായിട്ട് ആരിയർ ഉണ്ട്. എങ്ങനെയായിരുന്നു ആരിയറുടെ ഡീറ്റെയിൽസ്? എങ്ങനെയായിരുന്നു? 2021 ഇത് 60,000 കിലോമീറ്റർ ആണ് ഓടില്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 60,000 ഓടിയിട്ടുള്ളൂ. അതും ഇതിന്റെ ഹൈലൈറ്റ് തന്നെ ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് നമുക്ക് ലോ കിലോമീറ്റർ മാത്രം ഓടിയൊരു വണ്ടിയാണ്. എസ്റ്റിലൊക്കെ നോക്കി അത്രയും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. ഫാൻസി നമ്പർ, 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? ഇത് നമുക്ക് ഇതിന്റെ ഫൈനലായിട്ട് നമുക്ക് കൊടുക്കാം 11,75,000 രൂപ. 11,65,000 കൊടുക്കാം. ഫുൾ ഓൺ അല്ലെ. അടുത്ത കാണപ്പെടുന്നത് നമുക്ക് 7 സീറ്ററുള്ള ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതും മഹീന്ദ്രന്റെ കളക്ഷൻ തന്നെ എന്ന് പറയാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആ തലക്കിൽ ഒരു ആരിയർ, ഇവിടെ ഒരു ആരിയർ ആണല്ലേ. ഇതെങ്ങനെയായിരുന്നു മാനക്ക? സ്കോർപിയോ N. അതെ, ഇത് ഡീസലാണ്. 2023 ആണ്. 23 വണ്ടി അല്ലെ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. അതേപോലെ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് വാഹനമാണ്. 7 സീറ്റർ വാഹനമാണ് എന്നുള്ളതാണ് അതിലേറെ ഹൈലൈറ്റ്. നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞ മാനക്ക? 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. അത് നമുക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു 7 സീറ്റർ ഡീസൽ വണ്ടി അല്ലെ. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് 16,70,000 രൂപ. 16,70,000. നിലവിൽ ഇപ്പൊ ഷോറൂമിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഒക്കെ വരുന്ന വണ്ടിയാണ്. നമുക്ക് ഇവിടെ റെഡി സ്റ്റോക്ക് ഉണ്ട്. അതും അടിപൊളി ഒരു ഗ്രീനിൽ അല്ലെ, ഒലീവ് ഗ്രീൻ ആണ്. ഏകദേശം നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ. ഇനി അടുത്ത കൂടെ തവണ നമുക്ക് ഷോറൂമിൽ പോയാലും ഇതേപോലെ വെയിറ്റിംഗ് വരുന്ന ഒരു വാഹനമാണ് 700. നമുക്ക് 3 വാഹനങ്ങളുണ്ട്. വൈറ്റ് ഉണ്ട്, 2 ബ്ലൂ വരുന്നുണ്ട്, 5 വരുന്നുണ്ട് അല്ലെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2024 ആണ്. 26,000 കിലോമീറ്റർ ഉള്ള ഡീസൽ ഓട്ടോമാറ്റിക് AX7. അപ്പൊ വെറും 26,000 ഓടിയിട്ടുള്ളൂ. അതും ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയില്ല. എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന്റെ പിന്നെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്ന? പ്രൈസ് ഇത് നമുക്ക് 22,25,000 രൂപക്ക് ഫൈനലി നെറ്റ് കൊടുക്കാൻ പറ്റും. ഫൈനൽ. ഇത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇതിന്റെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. AX7 ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ. മാക്സിമം നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാലോ. ഞാൻ ബ്ലൂ ഫിനിഷിംഗിൽ 2 വാഹനങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ? ഇത് MX ആണ്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് 2024 ആണ്. 24 ഡീസലാണ്. ഇത് നമുക്ക് ഒരു 13,25,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും നമുക്ക് കൊടുക്കാം. 13,25,000 രൂപക്ക് നിങ്ങൾക്ക് ഒരു വലിയൊരു XUV-നെ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നല്ല ഫീച്ചേഴ്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം. കൂടെ തന്നെ നമുക്ക് മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു SUV 700 അല്ലെ. അതും ബഡ്ജറ്റ് പ്രൈസ്. അലോയ്സ് ഒക്കെ നോക്കി നല്ല കിടില അലോയി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സോ നമുക്ക് നിലവിൽ ഒന്നും ചെയ്യാനില്ല, ഫുൾ ഓണിൽ കൊണ്ടുപോകും ചെയ്യാം. അതും ചെറിയൊരു ബഡ്ജറ്റ് പ്രൈസിന്. എഗെയിൻ വീണ്ടും നമുക്ക് സെയിം കളറിൽ തന്നെ വീണ്ടും ഒരു SUV ആണ്.
7 സീറ്റർ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2022 ഡീസൽ ഓട്ടോമാറ്റിക് AX7L. ഓക്കെ, എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക് ആണ് കൂടുതൽ വരുന്നത് അല്ലേ? ഇത് നമുക്ക് ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന വണ്ടിയാണ്, അതും ഓട്ടോമാറ്റിക് ആണ്. മാനക, എത്രയായിരുന്നു ഈ ഒരു വാഹനത്തിനോട് ചോദിക്കുന്നത്? 20,60,000 നമുക്ക് കൊടുക്കാൻ പറ്റും. 20,60 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം? 1,00,000-1,50,000 ലോൺ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത നമ്മളെല്ലാവരുടെയും ജനപ്രിയ മോഡലാണ് നമ്മളെ സ്വന്തം താറ്. താറില്ലാതെ മാനുസ് കാർ വേൾഡ് ഒരിക്കലും ഇല്ല എന്നുള്ളത്. ഇതിന്റെ ബാക്കി താറുകൾ അവിടെ ഉണ്ടല്ലോ. അവിടെ നമുക്ക് ഇതാണ് അത്യാവശ്യം താറുകൾ നമുക്ക് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മാനുക മോഡൽ കാര്യങ്ങൾ? 2023 ആണ്. ഇതിന്റെ പ്രത്യേകത ഉണ്ട്, പെട്രോൾ ആണ്. അപ്പൊ ലോ ബഡ്ജറ്റിൽ നമ്മൾ കൊണ്ടോ? അപ്പൊ താറ് വേണം, ലോ ബഡ്ജറ്റ് ആണെന്നുള്ളവർക്ക് 2023 പെട്രോൾ ആണ് കൊടുക്കാൻ പറ്റും. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസാ എല്ലാം A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വണ്ടിയാണ്. ഇതിനൊക്കെ നോക്കി നിങ്ങള് പക്ക വെൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതൊക്കെ ഫുൾ ഓണാ. ഇതും ഫുൾ ഓണില് അല്ലേ? ഫുൾ ഓൺലൈനാണ്, അതും ചെറിയൊരു പ്രൈസിന് കേട്ടോ. അത് വീണ്ടും നമുക്കൊരു ആരിയർ ആണ്. ആരിയർ ആ സൈഡിലൊന്നും ഈ സൈഡിലൊന്നും ഇട്ടതാണ്. ഡാർക്ക് എഡിഷൻ 2021 ഏറ്റവും ടോപ്പ് ടോപ്പ്. അതും പരോണമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. അതും ഇതിൽ പിന്നെ ഡീസൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ അല്ല? സിംഗിൾ ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഫൈനലായിട്ട് 11,20,000 കൊടുക്കാം. 11,20 നമുക്ക് ചെയ്യാൻ പറ്റൂല. മാനുക, നമുക്ക് അവിടെ നമുക്ക് പഴയ ഷോറൂമിൽ ഒരു താറുണ്ട്, അതേപോലെ സ്കോർപിയോ വരുന്നുണ്ട്. അതല്ല, ഈ വാഹനങ്ങളിലൊക്കെ കൂടാതെ ഇതേ ഇതിൽ പെട്ട നമ്മൾ പരിചയപ്പെടുത്ത ഒരുപാട് വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത് ഇവിടെ എത്താത്തത്, പർച്ചേസ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് വർക്ക്ഷോപ്പുകളിൽ കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഏത് വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാനുസ് കാർ വേൾഡായിട്ട് ബന്ധപ്പെടാം. ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188551234. അതേ ഒരു നമ്പർ തന്നെ, അതേപോലെ തന്നെ 7783838373/74. ഈ 3 നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതാണ് നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ കഴിഞ്ഞിട്ടില്ല. അടുത്തൊരു പ്രീമിയം സെഗ്മെന്റ് പാർട്ടും കൂടി വരാനുണ്ട്. ഈ ഒരു പാർട്ട് ഫസ്റ്റ് പാർട്ടായിട്ട് കഴിഞ്ഞതാണ്. ഇതിന്റെയൊക്കെ പ്രൈസ് തന്നെ നെറ്റിക്കൽ പ്രൈസ് ആണ്. അപ്പൊ അതാണ് നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഷോറൂം സജസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് വന്നാൽ അവർക്ക് എൻഗേജ്ഡ് ആകാനുള്ള ഒരു പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ ഏരിയ നമുക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗംഭീര റിസപ്ഷനും ഒരു പക്ക നമുക്കൊരു കോർപ്പറേറ്റ് ലെവലിലുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ഒരുക്കിയിട്ടുണ്ടല്ലോ മാനക. അപ്പൊ അതാണ് എന്ന് കരുതി നമ്മള് പ്രൈസിലൊക്കെ ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. അതും മാക്സിമം നമുക്ക് ഓൺ ഓഫറാണ്, ഇനാഗ്രേഷൻ ഓഫറാണ്. ഇത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് ആൻഡ് മാനുക സൈനിങ് ഓഫ്.